സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. മഷൂദ് വന്ന പിന്നെ വെങ്ങാട് വീട് ചെറിയൊരു കല്യാണ വീട് പോലെയാണ്. സുഹൃത്തുക്കളുടെയും കസിൻസിൻ്റെയും ഒരു ശിങ്കാരി മേള. നാട്ടിൽ പ്രായവ്യത്യാസമില്ലാതെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മഷൂദ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ മേളം. മഷൂദ് പോയതിൽ പിന്നെ ആരെങ്കിലും കോളിംഗ് ബെൽ അടിക്കുമ്പോഴും തൂത്തു തുടക്കാൻ മാത്രം തുറക്കാറുള്ള ഫ്രണ്ട് ഡോറ് അവൻ വന്നതിൽ പിന്നെ അടച്ചു കണ്ടിട്ടില്ല. ഓരോരുത്തരുടെയും പോക്കും വരവും, മഷൂദിൻ്റെ തന്നെ നിന്ന നിലപ്പിലുള്ള അങ്ങാടിയിലേക്കുള്ള പോക്കും അടുത്ത നിമിഷം വീട്ടിലേക്കുള്ള വരവുമൊക്കെയായി ആകെ ബഹളം. ഇടതിരിവില്ലാതെ വരുന്ന ഫോൺ കോളുകളുടെ കാര്യമേറെ. വന്ന വിശേഷം മുഴുവൻ മടുപ്പില്ലാതെ റെക്കോർഡ് ചെയ്തു വെച്ച റേഡിയോ പോലെ വിവരറിഞ്ഞ് വിളിക്കുന്ന മഹാന്മാരും അമ്മായി മൂത്തമ്മമാരും മാമന്മാരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പണിയിലാണ് ഉമ്മയും. നിഹാൽ നാട്ടിലില്ലാത്തത് കൊണ്ട് അവൻ മാത്രമാണ് അടുത്തുള്ളവരിൽ ഹാജർ വെക്കാത്തതായി ഉള്ളത്. മഷൂദ് വന്നത് അറിഞ്ഞിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ അവനും എത്തും. രാവിലെ വലിയടത്തുനിന്ന് വാപ്പച്ചി ഉമ്മയും വന്നിരുന്നു. സൽമാൻ കടയിൽ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നേരം ഇരുട്ടാറായപ്പോഴാണ് അവൻ വരാൻ പറ്റിയത്. രാവിലെ വിളിച്ച് മഷൂദ് വന്ന കാര്യം ഷെറിയെ അറിയിച്ചപ്പോഴും നിയാസ് വന്നിട്ട് വൈകിട്ട് വരാമെന്ന് അവളും ഏറ്റതാണ്. നിയാസും ഷെറിയും എങ്ങോട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന പരിപാടിയിലാണ്. സിറ്റൗട്ടിൽ സൽമാൻ ഇരിപ്പുണ്ട്. വറുത്ത കടല കുറച്ച് കാലൊക്കെ സൽമാൻ്റെ മടിയിൽ കയറ്റി വെച്ചാണ് സഫയുടെ ഇരിപ്പ്. കുശലാന്വേഷണങ്ങൾക്ക് ശേഷമാണ് മഷൂദിനെ തിരക്കിയത്. സുറുമിക്കൊപ്പം കിച്ചണില്ല. നിങ്ങളൊക്കെ വരുന്നതുകൊണ്ട് സുറുമി എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, അതിനെ ഹെൽപ്പാൻ പോയതാ. സഫ പറഞ്ഞത് കേട്ടപ്പോൾ നിയാസ് ഒന്ന് ആക്കി ചിരിച്ചു. ശരിയേ, ആ ഹെൽപ്പൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നേരിട്ടറിയാം. ബാ, വല്ല സ്പ്രേ കുപ്പിയോ റൈഡോ വാച്ചോ അളിയമാർക്ക് കൊന്നുവന്നിട്ടുണ്ടെങ്കിൽ അത് കൈയോടെ വാങ്ങുകയും ചെയ്യാം. അർത്ഥം വെച്ച് ചിരിയോടെ പറഞ്ഞുകൊണ്ട് നിയാസ് അകത്തേക്ക് കടന്നപ്പോൾ റുമിമോളെ സഫയുടെ മടിയിലിരുത്തി ഷെറിയും അവൻക്ക് പുറകിലായി നടന്നു. എടി, ഞാനും കൂടെ പോയി നോക്കിയാലോ? നിയാസ് പറഞ്ഞ പോലെ സ്പെഷ്യലായിട്ട് വല്ലതും കാണാൻ പറ്റിയാലോ? ഇന്നലെ വന്ന ഹാങ് ഓവറെ അപ്പം സംതിങ്. ഒരു ചിരിയോടെ പ്രത്യേക ഇനത്തിലായി സൽമാൻ പറഞ്ഞപ്പോൾ സഫ ചുണ്ട് മലർത്തി കാണിച്ചു. അതൊന്നും കാണില്ലെന്നേ, അത് മഷിച്ചയാ. അത്തരം കാര്യങ്ങളൊക്കെ സ്വകാര്യതയെ വെക്കുന്ന ആളാ. മഷിച്ച മാത്രമല്ല സുറുമിയും. എപ്പോഴും ആ പുഞ്ചിരിയല്ലാതെ വേറെന്തേലും കാണാറുണ്ട് അവരുടെ മുഖത്ത്. മടിയിലിരിക്കുന്ന റൂമിമോളെ കൊഞ്ചിച്ചു കൊണ്ടാണ് സഫ പറഞ്ഞത്. എന്നാലും ഒന്ന് പോയി നോക്കട്ടെ, എന്തേലും കാണാൻ പറ്റിയാലോ. ഒറ്റക്കാക്കുമ്പോൾ റൊമാൻറ്റിക് ആകാത്ത ആളുകളുണ്ടാകുമോ? പറയുന്നതിനോടൊപ്പം മടിയിലുള്ള സഫയുടെ കാലുമെല്ലെ താഴെ നിർത്തി അവൻ എഴുന്നേറ്റു. നാണില്ലല്ലോ എന്ന പാവത്തോടെ നിൽക്കുന്ന സഫയെ നോക്കി ഒന്ന് വിളിച്ചു കാണിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. ഇതേസമയം അടുക്കളയിൽ സുറുമി ഉരുളകളാക്കി വെച്ച പത്തിരിയുടെ ബോള് പ്രസ് വെച്ച് അമർത്തി പൊടി തട്ടി ഒരു പ്ലേറ്റിൽ അടുക്കളയിലായി വെക്കുകയാണ് മഷൂദ്. ഓരോന്നായി എടുത്ത് പലകയിലിട്ട് കുഴൽ വെച്ച് നല്ല വട്ടത്തിലാക്കി നേരിയായി പരത്തിയെടുക്കുകയാണ് സുറുമി. അപ്പുറത്ത് അടുപ്പിൽ വെച്ച് ഇരുമ്പ് തറയെ 3 വെച്ച് ചുട്ടെടുക്കുന്നുമുണ്ട്. നിഷ്പ്രയാസം ഓരോന്ന് വൃത്തിയായി ചെയ്യുകയാണ് അവൾ. ഞൊടിയിടയിൽ പരത്തിയെടുത്ത പത്തിരി തവയിലേക്കിടുന്നതും യഥാസമയത്ത് മറിച്ച് പാകമായ വേവ് അറിയിച്ചുകൊണ്ട് പൊള്ളയായി വരുമ്പം അതെടുത്ത് കാസറോളിലിട്ട് വെക്കുന്നതും തെല്ലൊരു അത്ഭുതത്തോടെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട് മഷൂദ്. ഇവിടെ നിന്ന് പോയപ്പം സ്വന്തം ചായയും ഓംലെറ്റും അല്ലാതെ വേറൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവളായിരുന്നു. ഇപ്പം എത്ര രാഘവത്തോടെയാണ് അവൾ ഓരോന്നും ചെയ്യുന്നത്. പുറകിലൊരു കുഞ്ഞു ശബ്ദം കേട്ടപ്പോഴാണ് മഷൂദ് തിരിഞ്ഞു നോക്കിയത്. അതേ നിമിഷം തന്നെ കതകിൻ്റെ മറവിൽ നിന്നൊരു 3 പേരും തിരിഞ്ഞു നോക്കി. അത് പിന്നെ ഒരാകാംക്ഷ. അപ്പം ചുമ്മാ ശബ്ദം താഴ്ത്തി പതുക്കെ എളിച്ചലൂടെയാണ് സഫ പറഞ്ഞത്. അത് കേട്ടപ്പോൾ സൽമാനൊന്ന് ഇരുത്തി നോക്കി അവളെ. നേരത്തെ എന്തായിരുന്നു പ്രകടനം? ആരൊക്കെത്? മാമാടെ മോളെവിടെ? എല്ലാവരും എന്താ അവിടെ നിന്നളഞ്ഞ്? വാ. റുമിമോളുടെ ശബ്ദം കേട്ടതും മഷൂദ് ചിരിയോടെ അവർക്ക് അടുത്തേക്ക് വന്നു. അത് ഞങ്ങൾ ചുമ്മാ നിങ്ങളുടെ കുക്കിങ്ങൊക്കെ ഇങ്ങനെ കണ്ടു നിന്ന് പോയതാ അല്ലേ? നിയാസ് ചോദിച്ചു. അതെ അതെ, ബാക്കിയുള്ളവരും അവനെ ശരിവെച്ചു. കഥകിൻ്റെ മറവിൽ നിന്ന് കുക്കിംഗ് കാണുമായിരുന്നു. ഓ, വല്ലാതെ പതുങ്ങി നിന്നേ ഞങ്ങൾ നിരീക്ഷിച്ചതല്ലേ? റുമിമോളെ കയ്യിൽ വാങ്ങുന്നവരോടൊപ്പം തലയടി ചിരിച്ചുകൊണ്ട് അർത്ഥം വെച്ചാണ് മഷൂദ് പറഞ്ഞത്. ഏയ്, എന്ത് നിരീക്ഷണം അല്ലേ ഷെറി? മഷൂദിനെല്ലാം മനസ്സിലായെന്ന ഭാവം കണ്ടതും ഷെറി ഇളിച്ചുകൊണ്ട് മഷൂദിനെ ഒന്ന് പുണർന്നു. തിരിച്ചവനും മറു കയ്യാലെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. സുഖമില്ല എന്ന ചോദ്യത്തിന് സന്തോഷത്തോടെ അവളെ തലയാട്ടി. സഫ പിന്നെ മെല്ലെ സുറുമിക്കടത്തേക്ക് നീക്കിയിരുന്നു. സൽമാൻ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ അകത്തോട്ട് നോക്കി നിൽപ്പാണ്. കാറ് വലിയൊരു ഹോണോടിയോട് വരുന്ന ശബ്ദം കേട്ടു. പിന്നെ സംസാരം ബഹളവും കേൾക്കാത്തപ്പോൾ തോന്നി ഇവിടെ വന്ന് ഒളിഞ്ഞു നോക്കാനുള്ള പരിപാടിയാണെന്ന്. റുമാരെ കവിളിലും നെറ്റിയിലുമൊക്കെ പതിയെ ചുണ്ടുകൾ ചേർത്ത് അവളെ കൊഞ്ചിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്. ഏയ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ലായിരുന്നു. നിങ്ങളുടെ പാചകത്തിലുള്ള പരസ്പര സഹകരണവും സഹായം കണ്ട് നോക്കി നിന്നതാ. സൽമാനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ടാണ് നിയാസ് പറയുന്നത്. വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് പുള്ളി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താ സ്പെഷ്യൽ? നല്ല മണം അടിക്കുന്നുണ്ട്. ബീഫോ ചിക്കനോ?
അങ്ങനെ എന്തോന്ന്. നിയാസ് കണ്ണുകൾ വിടുത്തി ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ച് ഓണതി കളിച്ചത് പോലെ. ബീഫ് കുറുമയുണ്ട്, ചിക്കൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുമുണ്ട്. അതൊന്ന് പൊരിക്കണം. ആണോ? ഇത് നമുക്കൊരു ഫുൾ ചിക്കൻ അങ്ങനെ അങ്ങ് വാങ്ങി പുറത്ത് കല്ലൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് ഗ്രിൽ ചെയ്തെടുത്താലോ? നിയാസ് പറഞ്ഞു. പത്തിരിയും ബീഫ് കുറുമയും അതിലൊക്കെ ഗ്രിൽഡ് ചിക്കനും. അരെ വാ! സൽമാനും ഏറ്റുപിടിച്ചു. കേട്ടപാതി സഫയും ഷെറിയും പിന്താങ്ങി. മഷൂദ് സുർമിയെ നോക്കിയപ്പം ആള് പത്തിരി ചുട്ടെടുക്കുകയാണെങ്കിലും ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി അവരുടെ സംസാരം എല്ലാം കേട്ട് പുഞ്ചിരിക്കുന്നുണ്ട്. എന്നാ അങ്ങനെയാക്കാം. ചെറിയോട് അവനും സമ്മതം അറിയിച്ചു. എന്നാൽ റുമി, മസാല തേച്ച് പിടിപ്പിച്ച് ആ ചിക്കൻ ഫ്രിഡ്ജിലേക്ക് കയറ്റിക്കോ. നാളെ എടുക്കാം. ഇന്ന് നമുക്ക് പുറത്ത് കനലൊക്കെ ഉണ്ടാക്കി പുറത്തേ കൂടാം. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. നിയാസും സൽമാനും തന്നെ പോയി 2 ഫുൾ ചിക്കൻ താലേക്ക് കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നു. ആ സമയം കൊണ്ട് പുറത്ത് മഷൂദ് കല്ലൊക്കെ സെറ്റ് ചെയ്യുകയും സുർമി ചിരട്ടയും വിറകൊക്കെ വെച്ച് തീ പിടിപ്പിക്കുകയും ചെയ്തു. കനലിരുന്ന നേരം കൊണ്ട് ഷെറി ചിക്കൻ കേക്ക് വൃത്തിയാക്കി. അപ്പോഴേക്കും സൽമാനും സഫയും ചേർന്ന് തേച്ച് പിടിപ്പിക്കാനുള്ള മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചു. എല്ലാവരും കൂടെ ചേർന്ന് നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചപ്പോഴേക്കും മഷൂദ് പരിചയക്കാരൻ്റെ വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ച ഗ്രില്ലിൽ ചിക്കൻ വെച്ച് കനലിൽ മുകളിലായി സെറ്റ് ചെയ്തു. അതിന് ചുറ്റുമായി തന്നെ കസേരയിലും കല്ലിലുമൊക്കെ എല്ലാവരും ഇരുന്നു. ഉമ്മ പിന്നെ പുറത്തേക്ക് ഇറങ്ങി ആകാശവും അമ്പിളിയമ്മാവനെയും കാണിച്ച് റുമിമോൾക്ക് തിന്നാൻ കൊടുക്കുന്ന പണിയിലൊക്കെ വ്യാപ്യാതിയായിരുന്നു. ഗ്രിൽഡ് ചിക്കൻ ആയപ്പോഴേക്കും സുർമി എല്ലാവർക്കും കഴിക്കാനുള്ള പ്ലേറ്റും പത്തിരിയും കറിയും ഗ്രിൽഡ് ചിക്കനൊക്കെ അവളുണ്ടാക്കിയ സ്പെഷ്യൽ സോസുമൊക്കെ ആയി അവിടേക്ക് വന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കത്തിയടിക്കലും സംസാരവും ബഹളമൊക്കെ ആയി ഭക്ഷണം കഴിച്ചു. നിയാസും സൽമാനും ചേർന്ന് ഓരോ ഡയലോഗ് അടിക്കുമ്പോഴും അതിന് മറുപടിയായോ പകരമായോ സഫയും ഷെറിയും ചേർന്ന് ഓരോന്ന് പറയുമ്പോഴും നിറഞ്ഞ ചിരിയോടെ ഓരോന്നും ആസ്വദിക്കുന്ന സുർമിയെ മഷൂദ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കത്തിവെപ്പ് കഴിഞ്ഞിട്ട് വാരിക്കൊണ്ടുള്ള തീറ്റയും തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വിധിക്കുന്ന തിരക്കിലായിരുന്നു അവൾ. വെള്ളവും ഗ്ലാസും കറിയും അങ്ങനെ ഓരോന്നും എല്ലാവർക്കും എത്തിക്കുന്ന തിരക്കിൽ. ഇടയ്ക്കിടെ മഷൂദിനെ നോക്കുന്നുണ്ട്. വെള്ളത്തിനെ കണ്ണുകൾ പതിയപ്പോഴേക്കും ജഗ്ഗിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്ന് കയ്യിലേക്ക് വെച്ച് തന്നിരുന്നു. ഭക്ഷണം കഴിഞ്ഞും ബാക്കിയുള്ളവർ കത്തിവെപ്പ് തുടർന്നപ്പം അവൾ വേഗം കഴുകാനുള്ളത് പൊറുക്കിയെടുത്ത് അടുക്കളയിലേക്ക് നടന്നിരുന്നു. കൂടെ എഴുന്നേറ്റ് പോയി ഒന്ന് സഹായിച്ചാലോ എന്ന് ഓർത്തെങ്കിലും അവറ്റകൾ കളിയാക്കുന്നത് ഓർത്തപ്പം വേണ്ടെന്ന് വെച്ച് മഷൂദ്. കുറച്ചേരം നേരം കഴിഞ്ഞതും ആളെ കാണാത്തപ്പം പതുക്കെ പോയി നോക്കി. കഴുകാനുള്ള പാത്രങ്ങൾ കൊണ്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറഞ്ഞു കവിഞ്ഞിരുന്ന അടുക്കളയിപ്പം നീറ്റായി കിടപ്പുണ്ട്. വെച്ച് വിളമ്പി അടുക്കളയാണെന്ന് അറിയുകയില്ല, അത്രയ്ക്ക് ക്ലീൻ. അവിടെ നോക്കിയപ്പം ട്രെയിൽ വെച്ച കപ്പിൽ ചൂടുള്ള കട്ടൻ ചായ പകരുകയാണ്. അവനെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു. ഹെവി ഫുഡിന് ശേഷം ഏലക്കയും പുതിനയും ചേർത്ത് ചായ നല്ല രസാ, ദഹനത്തിന് നല്ലതാ, അപ്പം ഉണ്ടാക്കിയതാ, ഇതൊന്ന് കൊടുക്കുമോ? ക്ഷീണിച്ചോ? അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. ഹേയ്, വല്ലപ്പോഴല്ലേ, ഇങ്ങനെ കൂടുമ്പോൾ നല്ല രസമല്ലേ. അതുമല്ല, പെരുന്നാൾക്ക് ഇതുപോലെ സുലുക്കയും നിയാസ്കയും വരുമ്പം ഒരുപാട് കൊതിച്ചിട്ടുണ്ട് നിങ്ങളുണ്ടായിരുന്നെങ്കിലെന്ന്. ഇപ്പം കൂടെ നിങ്ങളുണ്ടായിക്കൊണ്ടൊരു ഒത്തുകൂടരപ്പം എന്തോ ക്ഷീണമൊന്നും അറിയുന്നേയില്ല. പുഞ്ചിരിയോടെ തന്നെയാണ് അവൾ പറയുന്നത്. നിങ്ങളില്ലാത്തപ്പം എല്ലായ്പ്പോഴും ഒറ്റപ്പെടലായിരുന്നു. ചുറ്റിനും ഒരുപാട് ആളുണ്ടായിട്ടും ചിരിക്കാനും സന്തോഷിക്കാനും ഒരുപാട് കാരണങ്ങളുണ്ടായിട്ടും മനസ്സൊരാളുടെ സാന്നിധ്യം എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. ആ ഒരാളുണ്ടാകുമ്പോഴേ കാരണമില്ലെങ്കിൽ പോലും മനസ്സ് നിറയാറുള്ളൂ, സന്തോഷിക്കാറുള്ളൂ. അപ്പം മാത്രമേ ഉള്ളു നിറന്ന് ചിരിക്കാറുള്ളൂ. 2 കണ്ണുകളും ചിന്മി കാണിച്ചവൾ. ഓഹോ, ആരാ ഒരാൾ? അപ്പം അയാളൊരു സംഭവമാണല്ലോ. മഷൂദ് കുസൃതിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ഓഹോ, അയാൾ വലിയ സംഭവമായിട്ടൊന്നുമല്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത, സന്തോഷവും പ്രണയവും ചിന്തകളും വാക്കുകളിൽ വർണ്ണിക്കാൻ അറിയാത്ത ഒരു മൂരാച്ചിയാണ് ആള്. കണ്ണുകൾ കുസൃതിയും സദാ ചൂണ്ടൊരു കള്ളച്ചിരിയുമായി നടന്ന് പെണ്ണുങ്ങളെ വശീകരിക്കുന്ന ഒരു നെടുവീർപ്പോടെ മറ്റങ്ങോ കണ്ണു നട്ട് ചിരിയോടെ പറയുന്ന അവളെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവളുടെ മുഖം കയ്യിലെടുക്കുകയും ഒപ്പം തന്നെ അവൻ്റെ അതരങ്ങൾ അവളുടെ അതരങ്ങളുമായി കോർക്കുകയും ചെയ്തിരുന്നു. അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ചെയ്തിയിൽ അവളുടെ മിഴികൾ കൂമ്പിയടഞ്ഞു. കൈകൾ അവൻ്റെ കൈത്തണ്ടയും മുറുകി. നിമിഷങ്ങൾ നീണ്ട അവൻ്റെ പ്രണയാദ്രമായ ചുംബനത്തിനൊടുവിൽ അവൻ അവളിൽ നിന്നും പിൻവാങ്ങി. കിതച്ചുപോയിരുന്നു അവൾ. കുസൃതി ഒളിപ്പിച്ച കണ്ണുകളോടെ അവളെ നോക്കി അവൻ ചുണ്ടുകൾ നനച്ചു കാണിച്ചു. പുരികമ്പൊക്കെ കണ്ണുകൾ കൊണ്ട് ഉഗ്രനെന്ന് കാണിച്ചു വഷളൻ. അവൾ കൂർപ്പിച്ചവനെ നോക്കി. പ്രണയം വർണ്ണിക്കാനുള്ളതല്ല, അതിങ്ങനെ അടുത്ത് കാണുമ്പോൾ ചുംബനങ്ങളായും തലോടലായും തൻ്റെ പാതിയിലേക്ക് ഒഴുക്കാനുള്ളതാണ്. ഇപ്പം മനസ്സിലായോ ഞാൻ മൂരാച്ചിയല്ലാന്ന്? റൊമാൻസിൻ്റെ കാര്യത്തിലേ ഞാനൊരു പുലിയാ, പുലി. ഷർട്ടിൻ്റെ കോളർ പിടിച്ചെന്നു ഏലോക്കിട്ടവൻ. റൊമാൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പുലിയല്ല, കാക്കയാ, കാക്ക, ക്രൗ ക്രൗ. അതിനൊക്കെ പണ്ടേ മനസ്സിലായതാ. ഇന്നലെ ഒന്നുകൂടെ തെളിഞ്ഞു. അവനെ നോക്കി കോക്രി കാണിച്ചുകൊണ്ടവൾ ട്രേ കയ്യിലെടുത്ത് മുമ്പോട്ട് നടന്നു. കാക്കയോ? പിന്നിൽ നിന്ന് അവൻ്റെ സംശയത്തിലുള്ള ചോദ്യം കേട്ടു. അതെ, ജീവികളിൽ വെച്ച് ഏറ്റവും ആക്രാന്തം പിടിച്ച സാധനം അവറ്റകളാ. ആക്രാന്തം, തിന്നാനുള്ള ആക്രാന്തേ. തിരിഞ്ഞു നിന്ന് അവസാനം പറഞ്ഞ വാക്കിൽ ഊന്നി പറഞ്ഞവൾ. പാവം, വിശപ്പ് കൊണ്ടല്ലേ, പട്ടിണിയിലാവും അതാ. ചിരിയോടെ അവന് മറുപടി കൊടുത്തു. പട്ടിണി, ഒരു നേരം പട്ടിണിയായിരിക്കും,
പക്ഷേ അവറ്റകളെല്ലാം നേരം ആക്രാന്തം കാണിച്ചോണ്ടാ. ഡി കൈനീട്ടി പിടിക്കാൻ അഞ്ഞപ്പേക്കും കിലുങ്ങൻ ചിരിക്കൊണ്ടവൾ നടന്നു കഴിഞ്ഞിരുന്നു. തുടരും. ഇനി എന്താവുന്നതേ നമുക്ക് കാത്തിരുന്ന് കേൾക്കാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ ബൈ.